വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈ ഒരു നെറ്റിപ്പട്ടം എങ്ങനെ ചെയ്തിട്ടുള്ളത് നോക്കാം. ഇന്ന് നമ്മൾ ചെയ്യുന്ന നെറ്റിപ്പട്ടം 1.5 ഫീറ്റിൻ്റെയാണ്. അപ്പോൾ അതിനുവേണ്ടി ആദ്യം തന്നെ നമുക്കൊരു ന്യൂസ് പേപ്പർ കട്ട് ചെയ്തെടുക്കണം നെറ്റിപ്പട്ടത്തിൻ്റെ ഷേപ്പിൽ. അപ്പോൾ 46 സെൻറ്റിമീറ്റർ ടോട്ടൽ ലെങ്ത്തും അടിഭാഗത്ത് 8 സെൻറ്റിമീറ്ററും പിന്നെ ഏറ്റവും മേലെ 27 സെൻറ്റിമീറ്ററും പിന്നെ കർവിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ടോപ്പിൽ നിന്ന് 10 സെൻറ്റിമീറ്ററുമാണ്. നെറ്റിപ്പട്ടത്തിൻ്റെ ഷേപ്പ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും എളുപ്പം ന്യൂസ് പേപ്പർ ഇതേപോലെ സെൻറ്റർ മടക്കിയിട്ടിട്ട് മെഷർമെൻറ്റുകൾ മാർക്ക് ചെയ്യണതാണ്. നെറ്റിപ്പട്ടത്തിൻ്റെ മെഷർമെൻറ്റുകൾ കംപ്ലീറ്റ് എങ്ങനെ കട്ട് ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മൾ മുന്നേ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. 1 ഫീറ്റ് മുതൽ 3 ഫീറ്റ് വരെ ഉള്ളതും പിന്നെ ഒരു 5 ഫീറ്റിൻ്റെ നെറ്റിപ്പട്ടം എങ്ങനെയൊക്കെ കട്ട് ചെയ്യുക എന്നുള്ളത് നമ്മൾ കംപ്ലീറ്റ് മുന്നേ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ വീഡിയോസ് ഒന്ന് പോയി കണ്ടാൽ മതി. ന്യൂസ് പേപ്പർ കട്ട് ചെയ്താൽ നമുക്ക് പിന്നെ അടുത്ത പണി വരുന്നത് ന്യൂസ് പേപ്പറിൻ്റെ അതേ വലിപ്പത്തിൽ തന്നെ നമുക്ക് ക്യാൻവാസ് കട്ട് ചെയ്യണം. പിന്നെ അതേ വലിപ്പത്തിൽ തന്നെ നമുക്ക് സിൽവർ തുണി കട്ട് ചെയ്തെടുക്കണം. പിന്നെ അതിനേക്കാളും ഒരു 3-4 സെൻറ്റിമീറ്റർ എക്സ്ട്രാ വരുന്ന രീതിയിൽ നമുക്ക് വെൽവെറ്റും കട്ട് ചെയ്തെടുക്കണം. വെൽവെറ്റ് കട്ട് ചെയ്യുമ്പോൾ 3-4 സെൻറ്റിമീറ്റർ എക്സ്ട്രാ എടുക്കണം എന്ന് പറഞ്ഞിട്ട് സൈഡിലോട്ടാണ്, മേൽപോട്ടല്ല. കാരണം വുളൺ ത്രെഡ് ഒട്ടിക്കുന്ന ഭാഗത്ത് മാത്രമാണ് നമ്മൾ 3-4 സെൻറ്റിമീറ്റർ എക്സ്ട്രാ ഇടുള്ളൂ. മേൽപോട്ട് വരുന്ന ഭാഗത്ത് നമ്മൾ ഹാങ്ങിങ്ങിനും കൂടിയിട്ടുള്ളത് ഞാൻ ഇട്ടിട്ടുള്ളത് 16 സെൻറ്റിമീറ്റർ ആണ്. ഈ 16 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ 8 സെൻറ്റിമീറ്ററാണ് നമുക്ക് ഫ്രണ്ടിലോട്ട് വരുള്ളൂ. ബാക്കി 8 സെൻറ്റിമീറ്റർ നമ്മൾ പുറകിലോട്ട് ഒട്ടിക്കുകയാണ് ചെയ്യുക ഹാങ്ങിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ വെൽവെറ്റും ക്യാൻവാസും സിൽവർ തുണിയൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെയാണ് വരും. ഏറ്റവും അടിയിൽ വെൽവെറ്റ് വരും, അതിൻ്റെ മേലെ ക്യാൻവാസ് വരും, അതിൻ്റെ മേലെ സിൽവർ തുണി വരും. ക്യാൻവാസ് ശരിക്കും 2 ടൈപ്പ് ഉണ്ട്, പേപ്പർ ക്യാൻവാസും കോളർ ക്യാൻവാസും. പേപ്പർ ക്യാൻവാസ് പൊതുവെ കനം കുറവായിരിക്കും, കോളർ ക്യാൻവാസ് കട്ടി കൂടുതലും. അപ്പോൾ നെറ്റിപ്പട്ടം മേക്കിനൊക്കെ നമ്മൾ കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് കോളർ ക്യാൻവാസാണ് യൂസ് ചെയ്യുക. എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പണി ക്യാൻവാസും സിൽവർ തുണിയും കൂടി ഒട്ടിക്കലാണ്. അപ്പോൾ അത് നമ്മൾ അയൺ ചെയ്തിട്ടാണ് സാധാരണ ഒട്ടിക്കുക. നിങ്ങൾക്ക് അയൺ ചെയ്താൽ ഒട്ടുന്നില്ല, ക്യാൻവാസ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഗ്ലൂ വെച്ചിട്ടും നിങ്ങൾക്ക് ഒട്ടിക്കാം. സിൽവർ തുണി ക്യാൻവാസ് ഒട്ടിച്ച് കഴിഞ്ഞു, അടുത്ത് നമുക്കിനി വെൽവെറ്റിലേക്ക് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ വെൽവെറ്റിൽ ഒട്ടിക്കുന്നതിന് മുന്നേ ശരിക്കും ഇതേപോലെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നത് പോലെ ശരിക്കും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒട്ടിക്കുമ്പോൾ സൈഡ് ചെരിയൊന്നും ചെയ്യാതെ കറക്റ്റ് ലെവലിൽ തന്നെ കിട്ടും. അപ്പോൾ ശരിക്കും അതേപോലെ മാർക്ക് ചെയ്തിട്ട് ഫെവി ബോണ്ട് ഗ്ലൂ അത്യാവശ്യത്തിന് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്കത് ഒട്ടിച്ചെടുക്കാം. ഒട്ടിക്കുമ്പോൾ നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുക്കണം. പിന്നെ സൈഡൊന്നും ചെരിഞ്ഞ് പോയിട്ടില്ലല്ലോ എന്ന് ഒന്നുകൂടിയും കൺഫേം ആക്കിയിട്ടൊന്ന് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. ഒട്ടിച്ച് കഴിഞ്ഞു, അതിനുശേഷം ഇനി നമുക്ക് എല്ലാതും ഒന്ന് വെച്ച് നോക്കാം എങ്ങനെയൊക്കെയാണ് നെറ്റിപ്പട്ടൽ വരുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ത്രിമൂർത്തികളൊന്ന് വെച്ച് നോക്കി. ഇത് ഒട്ടിക്കല്ല, ജസ്റ്റ് ഞാൻ എല്ലാതും ഒന്ന് എങ്ങനെയൊക്കെയാണ് എവിടേക്കാണ് വരുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് എല്ലാം ഒന്ന് വെച്ച് നോക്കുകയാണ്. ആദ്യം തന്നെ ത്രിമൂർത്തികൾ, ലക്ഷ്മി, സരസ്വതി, പാർവതി, അഷ്ടവസ്തുക്കൾ, നവഗ്രഹങ്ങൾ എല്ലാം ഞാനൊന്ന് വെച്ച്, ചന്ദ്രക്കലകൾ എല്ലാം ഞാനൊന്ന് വെച്ച് നോക്കി. ആദ്യം തന്നെ ഞാനിത് 1.5 ഫീറ്റ് നെറ്റിപ്പട്ടത്തിൻ്റെ കിറ്റ് മേടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിലെനിക്ക് കുറച്ചും കൂടിയും ബീഡ്സൊക്കെ ബാലൻസ് ഇരിപ്പുണ്ടായിരുന്നു. ഈ അഷ്ടവസ്തുക്കൾ, നവഗ്രഹങ്ങൾ അങ്ങനെ വെക്കണ ആ ബോൾസും പിന്നെ ചന്ദ്രക്കലൊക്കെ ബാലൻസ് ഇരിപ്പുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. കാരണം എല്ലാം കൂടി വെച്ച് കഴിഞ്ഞാൽ വൃത്തി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ എടുത്ത് വെക്കുകയാണ് ചെയ്തത്. നിങ്ങൾ സെയിം ഇതേപോലത്തെ നെറ്റിപ്പെട്ടാണ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നത് വെച്ചെങ്കിൽ നിങ്ങൾ എണ്ണം പറഞ്ഞിട്ട് മേടിക്കാൻ പറ്റും. ഇത് ഓരോ ബോൾസ് എത്ര വലിപ്പമുള്ളതാണെന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പൈസ ഒന്നുകൂടി ലാഭിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ ഇത്രയും പൈസ കൊടുത്ത് മേടിച്ചിട്ട് ഞാൻ ഫുള്ള് യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ കറക്റ്റ് എണ്ണം പറഞ്ഞിട്ട് മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി പൈസ ലാഭിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാൻ നെറ്റിപ്പട്ടത്തിൻ്റെ സാധനങ്ങളൊക്കെ എനിക്ക് ഓക്കെ എന്ന് തോന്നുന്ന രീതിയിൽ ഞാൻ എല്ലാം വെച്ചു, എനിക്ക് ഓക്കെ ആയി. അപ്പം ഇനി അടുത്തത് നമുക്ക് ഓരോന്നോരോന്ന് ഒട്ടിക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മൂലഗണപതിനെ ഒട്ടിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക നെറ്റിപ്പട്ടത്തിൽ. അപ്പോൾ നമുക്ക് ഫെവി ബോണ്ട് ഗ്ലൂ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യണത്. ഫെവി ബോണ്ട് ഗ്ലൂവിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എനിക്ക് തോന്നിയിട്ടുള്ളത് അതോ എവിടെയെങ്കിലും ഒന്ന് പരന്നു കഴിഞ്ഞാൽ ഒരു യെല്ലോയിഷ് കളർ വരും അതിന്. അപ്പോൾ ഫെവി ബോണ്ട് ഗ്ലൂ അല്ലാതെ നമുക്ക് ഫെവിക്കോൾ യൂസ് ചെയ്യാം. ഫെവിക്കോൾ അത്ര ഉറപ്പുണ്ടാവുമെന്ന് എനിക്കറിയില്ല. പിന്നെ അതേപോലെ തന്നെ ഒരു ഗ്ലൂ ആണ് B7000 എന്ന് പറഞ്ഞിട്ട് ക്രാഫ്റ്റിനൊക്കെ യൂസ് ചെയ്യുന്നത്. അത് ഇത്തിരി കൂടി ഉറപ്പുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. പിന്നെ ആ ഗ്ലൂ പരന്നു കഴിഞ്ഞാൽ അങ്ങനെ യെല്ലോയിഷ് കളറൊന്നും വരുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല അത് നെറ്റിപ്പട്ടത്തിലൊന്നും. നിങ്ങളിപ്പോൾ ഈ വീഡിയോ സൂക്ഷിച്ച് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും ഞാനെല്ലാം ഓരോന്നോരോന്ന് എടുത്തിട്ടാണ് ഒട്ടിക്കണത്. ആ എടുക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ ചെറുതായിട്ടൊരു ബ്ലാക്ക് ഡോട്ട് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കട്ടെ. കാരണം ഞാനത് ഓരോന്ന് എടുത്തിട്ട് തിരിച്ചൊട്ടിക്കുമ്പോൾ ലൊക്കേഷൻ മാറാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ 4 സൈഡിലും ഓരോ കുത്തിട്ട് വെക്കുന്നുണ്ട് ചെറുതായിട്ട്. അപ്പോൾ അതുപോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒട്ടിക്കുമ്പോൾ തെറ്റൊന്നും ചെയ്യാതെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഒട്ടിക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ മൂലഗണപതിനെ ഒട്ടിച്ച് സ്റ്റാർട്ട് ചെയ്ത് സപ്തർഷികൾ, നവഗ്രഹങ്ങൾ, ചന്ദ്രക്കല, ത്രിമൂർത്തികൾ, ലക്ഷ്മി, പാർവതി, സരസ്വതി പിന്നെ അഷ്ടവസ്തുക്കൾ എല്ലാം നമ്മൾ ഒട്ടിച്ചു കഴിഞ്ഞു. ചന്ദ്രക്കല ഒട്ടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആ ഗ്യാപ്പ് ഡിസ്റ്റൻസ് നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ആ ഡിസ്റ്റൻസ് കറക്റ്റായിട്ട് എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു ബീഡ്സ് സെൻറ്ററിൽ വെക്കുന്നുണ്ട്. ഒരു ചന്ദ്രക്കല ഒട്ടിച്ച് ഒരു ബീഡ്സ് വെച്ച് പിന്നെ വീണ്ടും ചന്ദ്രക്കല ഒട്ടിച്ചിട്ട് അപ്പോൾ നമുക്ക് ആ കറക്റ്റ് ഗ്യാപ്പ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ പറ്റും. ഇത് ശരിക്കും നമ്മുടെ 3ാമത്തെ നെറ്റിപ്പട്ടാണ്. നമ്മൾ ഫസ്റ്റ് ഒരു നെറ്റിപ്പട്ടം ഫുള്ള് ഗോൾഡ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമ്മൾ സിൽവർ നെറ്റിപ്പട്ടത്തിൽ മയിൽപ്പീലി ഒരെണ്ണം ചെയ്തു. പിന്നെ ഇത് നമ്മളിപ്പോൾ മിക്സഡ് നെറ്റിപ്പട്ടം ചെയ്യാൻ പോണത്.
ഈ മിക്സഡ് നെറ്റിപ്പട്ടയിൽ നമ്മൾ ഓരോന്നും റൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോർമൽ ഗോൾഡ് കളർ ബീഡ്സ് ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂരൽപ്പുളിയോ അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ഗോൾഡ് ബീഡ്സോ യൂസ് ചെയ്യാം. അപ്പോൾ ഞാനത് എങ്ങനെ എളുപ്പമാവാൻ നോക്കി വേണ്ടിയിട്ട് പല വഴികൾ ട്രൈ ചെയ്യുന്നുണ്ട്. ശരിക്കും ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് ശരിക്കും പറക്കാതിരിക്കണമെങ്കിൽ ഏറ്റവും നല്ലത് ഓരോ ബീഡ്സിൻ്റെ മേലെയും ഇതേപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിക്കണമെന്ന്. പക്ഷേ അത് ടൈം കുറച്ച് കൂടുതൽ വരും. പക്ഷേ നെറ്റിപ്പട്ടത്തിൽ കുറച്ചുകൂടി വൃത്തി ഉണ്ടാവും തോന്നുന്നു. അത് കാരണം ഒരുപാട് പരന്ന് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല നേരത്തെ ഒരു യെല്ലോയിഷ് കളർ വരുന്നുള്ളത്, അത് സിൽവറായ കാരണം ശരിക്കും എടുത്ത് കാണിക്കും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഓരോ ബീഡ്സിൻ്റെ മേലെയും ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിക്കുകയാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ അങ്ങനെ നമുക്ക് എല്ലാം ഇതേപോലെ ഗോൾഡ് ബീഡ്സ് വെച്ചിട്ട് കവർ ചെയ്തെടുക്കാം. നമ്മളും എല്ലാം ഇതേപോലെ ഗോൾഡ് ബീഡ്സ് വെച്ച് കവർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ ചെയ്യണത് ഔട്ടർ ലൈൻ കംപ്ലീറ്റ് ഒട്ടിക്കുകയാണ്. ഇതിനൊക്കെ കുറച്ചുകൂടി വലിയ ബീഡ്സ് വെച്ചിട്ട് നമ്മൾ ഔട്ടർ ലൈൻ കംപ്ലീറ്റ് ഒട്ടിച്ചെടുക്കും. പിന്നെ നമ്മൾ നെറ്റിപ്പട്ടം കംപ്ലീറ്റ് ഫില്ല് ചെയ്യും സിൽവർ കളർ ബോൾസ് വെച്ചിട്ട്. നമ്മൾ നെറ്റിപ്പട്ടത്തിൻ്റെ മെറ്റീരിയൽസ് കംപ്ലീറ്റ് മേടിച്ചിട്ടുള്ളത് ഫെജി എന്ന് പറഞ്ഞ ഷോപ്പ് നിന്നാണ്. തൃശ്ശൂരാണ് ഷോപ്പ്. നിങ്ങൾക്ക് ഷോപ്പിൻ്റെ ലൊക്കേഷനൊക്കെ അറിയണമെങ്കിൽ നമ്മൾ ഇതിന് മുന്നേ ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ ഫെജി ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടുത്തെ ലൊക്കേഷനൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്.
ത്രെഡ് ഒട്ടിക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ കാണിക്കണില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വുളൻ ത്രെഡിൻ്റെ കംപ്ലീറ്റ് ഒരു ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് ചെയ്യണം. കാരണം യൂട്യൂബിൽ ആരും ഇതുവരെ ചെയ്ത് കണ്ടിട്ടില്ല ഈ ടൈപ്പ് വുളൻ ത്രെഡ് എങ്ങനെ ചെയ്യാന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയുടെ ഉള്ളിൽ ചേർക്കുകയാണെങ്കിൽ അത് നമുക്ക് ടൈം ഒരുപാട് കൂടുതലാവും. അപ്പോൾ ടൈം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പീഡിൽ ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും മനസ്സിലായിക്കൊള്ളുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വുളൻ ത്രെഡ് ഒട്ടിക്കുന്നത് ഈ വീഡിയോയിൽ കാണിക്കില്ല. അടുത്തൊരു വീഡിയോ ആയിട്ട് ഈ സെയിം നെറ്റിപ്പട്ടത്തിൻ്റെ തന്നെ വുളൻ ത്രെഡ് എങ്ങനെ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അടുത്തൊരു വീഡിയോ അപ്ലോഡ് ചെയ്യും. വുളൻ ത്രെഡ് കംപ്ലീറ്റ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അതെങ്ങനെ ചെയ്തിട്ടുള്ളതിൻ്റെ അടുത്ത് തന്നെ നമ്മളൊരു ഡീറ്റെയിൽ വീഡിയോ അപ്ലോഡ് ചെയ്യും എങ്ങനെ ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. അടുത്തത് കുഞ്ചലാണ്. കുഞ്ചരത്തിന് നമ്മൾ ഒരു ഇൻസ്ട്രുമെൻറ്റ് ബോക്സിൻ്റെ മേലെ ഏകദേശം 150 ചുറ്റാണ് ചുറ്റിയെടുത്തിട്ടുള്ളത്. അതിന് നമ്മൾ കുഞ്ചരത്തിൻ്റെ ഉള്ളിലോട്ട് വെച്ചിട്ട് നമുക്ക് നെറ്റിപ്പട്ടത്തിലോട്ട് കെട്ടിക്കൊടുക്കാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. നമ്മൾ ഇതിന് മുന്നേ ഒരുപാട് നെറ്റിപ്പട്ടത്തിൻ്റെ വീഡിയോസും ആലവട്ടത്തിൻ്റെ വീഡിയോസും ഒരുപാട് ക്രാഫ്റ്റ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. കുക്കിംഗ് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഷോർട്ട് വീഡിയോ ആയിട്ട് ഒരുപാട്. അപ്പോൾ നമ്മുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക, ചാനലും സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി. അത് ഈ വീഡിയോ എന്നല്ല, നിങ്ങൾ നമ്മുടെ ഏതെങ്കിലും വീഡിയോ കണ്ടിട്ട് ഡൗട്ട് തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സജഷനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം, ഞാനതിന് റിപ്ലൈ തരാം. അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ ഇതിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് എടുപ്പുണ്ട്, അതിൽ വന്നിട്ട് എനിക്ക് മെസ്സേജ് അയച്ചാലും മതി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് അറിയുന്ന രീതിയിൽ ഞാൻ മാക്സിമം പറഞ്ഞു തരാം. പിന്നെ കുഞ്ചലൻ കെട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കയ്യിൽ സൂചി കാണാണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ മുള്ളമ്പൻ്റെ ഒരു മുള്ള് വെച്ചിട്ട് അതിൻ്റെ മേലെ ഒരു ഹോൾ ഉണ്ടാക്കി കൊടുത്തു ആ വെൽവെറ്റിൻ്റെ മേലെ. അതിനുശേഷം അത് ആ വൈറ്റ് കളർ നൂല് കംപ്ലീറ്റ് നല്ല ഉറപ്പിൽ വെച്ച് കെട്ടുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഹാങ്ങിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഞാൻ PVC പൈപ്പാണ് ഇട്ടത്. PVC പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഗോൾഡ് കളർ റിബൺ ഇട്ടിട്ട് അത് നമ്മൾ ആ ഉള്ളിൽ കൂടെ ഇട്ട് കൊടുക്കും. അതിനുശേഷം പുറത്തേക്ക് കെട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഹാങ്ങിങ്ങിന് വേണ്ടിയിട്ട് ഇത്തിരി കൂടി എളുപ്പമുണ്ടാവും.